എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനാണെങ്കിൽ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ നമ്മളെ എല്ലാവരും ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ രോഗദുരിതങ്ങൾ. അതായത് നമ്മൾ എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചാലും നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ രോഗദുരിതങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ എന്താ പറയുക, പല പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് രോഗങ്ങൾ മാറുന്നില്ല. അപ്പോൾ ആ ഒരു കാലാവസ്ഥ, അതായത് മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും മരുന്ന് തന്നെ കഴിക്കണം. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടുക, അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. നമ്മുടെ വഴിപാട് കൊണ്ട് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും മാറില്ല. ഒപ്പം തന്നെ ആ ഒരു അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുക്കുക. ഒരു ഡോക്ടറാണെങ്കിലും പറയും നമ്മൾ എന്താ പറയുക, ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അല്ലേ. അപ്പോൾ കർക്കിടക മാസമൊക്കെ ശരീരപരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മഹാദേവ ക്ഷേത്രത്തിൽ പോയി ധാര നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, പല രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെ വന്ന് ഭവിക്കാം. കാലാവസ്ഥമായ രോഗങ്ങൾ, അല്ലെങ്കിൽ കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് പൊതുവേ ശരീരത്തിനൊക്കെ ബലം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കർക്കിടക മാസം തന്നെയല്ല, വരുന്ന ചിങ്ങമാസവും എല്ലാ മാസവും നമുക്ക് ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ധാര കഴിച്ചാൽ മാത്രം പോരാ, ആ ധാരയുടെ തീർത്ഥം നമ്മൾ സേവിക്കുകയും കൂടെ ചെയ്യണം. അതായത് ധാരയുടെ തീർത്ഥം മേടിച്ചിട്ട് തിരുമേനി തരുമ്പോൾ അത് നമ്മൾ കുടിക്കുക. അപ്പോൾ ധാര നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് നല്ലപോലെ ധാര കണ്ട് തൊഴുത് ധാരയുടെ തീർത്ഥം മേടിച്ച് കുടിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന കാലാവസ്ഥപരമായ രോഗങ്ങൾ, ജാതകത്തിലെ ദോഷങ്ങൾ, അതായത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ പല അസുഖങ്ങൾക്കും മരുന്ന് കഴിച്ചിട്ട് അസുഖങ്ങളൊക്കെ മാറാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ധാര കൊണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ മരുന്നിൻ്റെ ഫലം കൊണ്ട് അസുഖങ്ങളൊക്കെ ഭേദമാകുന്നതായിരിക്കും. ഒപ്പം തന്നെ അത്രയധികം എന്താ പറയുക, ഒരു ശക്തിയുള്ള ഒരു വഴിപാടാണ് ശിവന് ധാര നടത്തുക. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ചെറിയ ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്തുക. വലിയ ക്ഷേത്രത്തിലൊക്കെ തിരക്കായിരിക്കും, കാരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർ ചിലപ്പോൾ ധാര ചെയ്ത് തരുന്നില്ലെന്നായിരിക്കും. അപ്പോൾ ചെറിയൊരു ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്തുക. ഒപ്പം തന്നെ ഈ ധാര കണ്ട് തൊഴുന്നതും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും. ഒപ്പം തന്നെ മഹാദേവന് പുറമുളക്കിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ശിവന് പുറമുളക്ക് കൊടുക്കുക. ഒപ്പം തന്നെ കൂവളമാല, ശത്രുദോഷങ്ങൾ, കർമ്മത്തിലെ തടസ്സങ്ങൾ, അതായത് ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് മഹാദേവന് കൂവളത്തുമാല കൊടുക്കുക. ഒപ്പം തന്നെ ക്ഷീരധാര, അതായത് നമ്മുടെ ജാതകത്തിലെ ഏത് രീതിയിലുള്ള ദോഷങ്ങളാണ്, ഇല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ, പ്രാക്കുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ബന്ധനങ്ങൾ, ഗുളിക ദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, ഈ ഒക്കെ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി മഹാദേവന് രുദ്രാഭിഷേകം, ക്ഷീരധാരയൊക്കെ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ അസുഖ സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് ചെയ്യേണ്ടത് ധാര തന്നെയാണ്. ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങളാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ സാമ്പത്തികമാണ്. അപ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മഹാദേവന് കൂവളത്തുമാല കൊണ്ട്, കൂവളമാല കൊണ്ട് കൊടുത്ത് ഇട്ട് പ്രാർത്ഥിച്ച്, കൂവളത്തിൻ്റെ മാല കൊണ്ട് തന്നെ നമുക്ക്, അതായത് കൂവളത്തിൻ്റെ പുഷ്പം, കൂവള പുഷ്പമല്ല ഉദ്ദേശിച്ചത്, നമ്മൾ കൂവളത്തിൻ്റെ ഇല കൊണ്ട് തന്നെ, നമുക്ക് അർച്ചന ചെയ്ത് മഹാദേവനെ എന്താ പറയുക, പ്രീതിപ്പെടുത്തി സാമ്പത്തിക ലാഭം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുവാണെങ്കിൽ ആ ഇരിക്കുന്ന തിരുമേനി നല്ലപോലെ നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിത വിധത്തിൽ നല്ല തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ ആരോഗ്യത്തോടുകൂടിയും ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നിലവിൽ ആരെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുക. ഒപ്പം തന്നെ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഫലം പോകുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.